ഇന്ന് രാത്രി 12 മണിക്ക് ഞാനൊരു വലിയ ശ്മശാനത്തിൽ പോയിട്ട് അവിടെ പ്രേതങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഈ ഒരു ചലഞ്ചിൽ ശരിക്കും പ്രേതത്തിനെ കാണുമോ നോക്കാം. ഒരു പ്രേത സിനിമ പോലും നേരെ കാണാത്ത ഞാനാണ് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ രാത്രി ശ്മശാനത്തേക്ക് പോണത്. വീട്ടിൽ ഞാൻ ചായ കുടിക്കാൻ പുറത്തേക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഈ കാര്യം പറഞ്ഞ എന്നെ വീട്ടിൽ നിന്നേ വിട്ടാക്കില്ല. അങ്ങനെ സമയം ഇപ്പൊ രാത്രി 10:30 ആയത്. ഞാൻ ബൈക്ക് കൊടുത്ത് ശ്മശാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണെന്നറിയില്ല, പോണ വഴി മൊത്തം ഒരു നിലാവെളിച്ചും ഇല്ലാത്ത ഇരുട്ട് നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് അല്ലെങ്കിലേ പേടിച്ചിട്ടാണ് പോണത്. അതിന്റെ ഇടയിൽ കൂടെ ഇതുപോലത്തെ നായ്ക്കളെയും കൂടെ കാണുമ്പോൾ പിന്നെയും പേടിയാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ചലഞ്ച് തീർക്കണമെന്നായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞാനിപ്പോ ഒരു വലിയ ശ്മശാനത്തേക്ക് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശരീരം മൊത്തം പേടിച്ച് വിറച്ചിട്ടാണ് ഞാനിപ്പോ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ശവക്കലറകൾ കാണുന്നതും അതിന്റെ ഇടയിൽ കൂടെ ഇതുപോലെ നടക്കുന്നതും. അതും രാത്രി ആരും ഇല്ലാത്ത സമയത്ത്. പേടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടെങ്കിലും ധൈര്യം വരുത്തി ഞാനൊരു കല്ലറിന്റെ അടുത്ത് പോയി ഇരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആരൊക്കെയോ വന്ന് എന്റെ അടുത്തിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ആയി. അങ്ങനെ സമയം രാത്രി 12 മണിയായി. എല്ലാവിടെയും 12 മണിയായ ഏതെങ്കിലും ഒരു നായി കുറയ്ക്കും. അതുപോലെ ഇവിടെയും കുറെ നായ്ക്കൾ കുറച്ചതുകൊണ്ട് എന്റെ പേടി പിന്നെയും കൂടി. എന്നാലും പേടിപ്പേരത്തിന് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കാൻ പോയപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് എനിക്ക് ഇതുപോലെ പൂമാലകൾ കാണാൻ പറ്റി. ഇവിടെ ഉള്ളവരെല്ലാരും പല രീതിയിലായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. ചിലവര് സൂസൈഡ് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് മരിച്ചവർ വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചവരുടെ കല്ലറകളും അതുപോലെ പുതിയ കല്ലറകളും ഞാൻ കണ്ടു. അങ്ങനെയുള്ള ചില കല്ലറകൾ ഇവിടെ കാണുമ്പോൾ തന്നെ പേടിയാവും. അങ്ങനെ ഇവിടുന്ന് പ്രേതത്തിനെ ഒന്നും നേരിട്ട് കണ്ടില്ലെങ്കിലും ആരൊക്കെയോ എന്റെ കൂടെ തന്നെ ഉള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടുന്ന് അവസാനിപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.